മഴമേഘങ്ങളാൽ മൂടിയ ഇരുണ്ട ആകാശം, വീശിയടിക്കുന്ന കാറ്റും ആകാശം വെട്ടിക്കീറുന്ന പോലെ മിന്നലും, ഭൂമി കുലുങ്ങുമാറ് ഇടിയും മുഴങ്ങി. പ്രകൃതി മഴക്കായി കാത്തിരിക്കുന്ന ഇരുണ്ട വൈകുന്നേരം. കാറ്റിലുലയുന്ന മരങ്ങൾ പ്രകൃതിയിൽ വല്ലാത്ത ഭീതി പടർത്തുന്നുണ്ടായിരുന്നു. അടുത്തെവിടെ നിന്നോ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുന്ന ശബ്ദം, ചുറ്റിലും ദുഃഖം കെട്ടിനിൽക്കുന്നതുപോലെ. ശ്രീനിലയത്തിൽ ആളുകൾ വിവരമറിഞ്ഞെത്തിത്തുടങ്ങുന്നതേയുള്ളൂ. മുന്നിൽ ആരൊക്കെയോ നീല നിറത്തിലുള്ള ടർപ്പോളൻ ഷീറ്റ് വലിച്ചുകെട്ടുന്നുണ്ട്, മഴ കൊള്ളാതിരിക്കാൻ. അവിടെവിടെയായി കൂടി നിൽക്കുന്ന ആളുകൾ പരസ്പരം എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ചെറിയ പയ്യനായിരുന്നു, ഓരോരോ വിധി. ബോഡി ഇപ്പോൾ എത്തിയതേയുള്ളൂ. അവന്റെ അമ്മയുടെ കരച്ചിലു കണ്ടിട്ട് സഹിക്കാൻ വയ്യ. പാവമാ കുട്ടി, എങ്ങനെ സഹിക്കുമോ? ആളുകൾ അടക്കം പറയുന്നു. മരണവീടിന്റെ മൂകതയും ഭീകരതയും നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവിടെ. നടുതളത്തിൽ കിടത്തിയിരിക്കുന്ന വെള്ള പുതച്ച ഒരു ശരീരം, അരിയും പൂവും തലഭാഗത്ത് കത്തിച്ചുവെച്ചിരുന്ന വിളക്കുമായി ആ ശരീരം അന്ത്യയാത്രക്കായി ഒരുങ്ങി നിൽക്കുന്നു. എന്റെ പൊന്നുമോനെ, ഈശ്വര, എന്നെ വിളിച്ചുകൂടായിരുന്നോ? എന്നെ കാണിക്കണമായിരുന്നോ? എന്റെ മോൻ. ലക്ഷ്മിയമ്മയുടെ കരച്ചിൽ ചീളുകൾ ഇടക്കിലക്ക് പുറത്തേക്ക് തെറിച്ചു. ആരുടെയൊക്കെയോ കരച്ചിലുകളും പദം പറച്ചിലുകളും കേട്ടു. ലക്ഷ്മിയമ്മയുടെ അടുത്തായിരുന്നവൾ. ഭൂമിഭദ്ര ചുമരിൽ ചാരി. ചുവന്ന ഞരമ്പുകൾ തെളിഞ്ഞ കണ്ണുകളിൽ വെള്ളം നിറച്ചു. എതിർവശത്ത് ഏതേ സ്ഥലത്തേക്ക് കണ്ണു നട്ടിരിപ്പാണവൾ. ഉയർന്നു താഴുന്ന നെഞ്ച്, അഴിഞ്ഞ സമൃദ്ധമായ മുടി, ചുവന്നു വിങ്ങിയ മുഖം. സക്തിനിയമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട്. അവൾ ഒന്നും അറിയുന്നില്ലെന്ന് തോന്നി. ആരൊക്കെയോ ചുറ്റിസും നിന്ന് വിതുമുന്നുണ്ട്. ആരൊക്കെയോ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, തലോടുന്നുണ്ട്. അകത്തേക്ക് കയറി വന്ന ജയശ്രീയും രാധാമണിയും അവിനിയും ജ്യോതിയും അവൾക്കടുത്തേക്ക് വന്നു. ജയശ്രീയെ കണ്ടപ്പോൾ മാത്രം അവൾ അവരെ ഒന്ന് നോക്കി. ജയശ്രീ കണ്ണീരോടെ അവളെ ചേർത്തു പിടിക്കാനും തലോടാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അവിനി കണ്ണുനീരോടെ അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷേ അവൾ മാത്രം ഇരുന്ന ഇരിപ്പിൽ നിന്നും ചലിക്കാനാകാതെയിരുന്നു. ആ ശരീരത്തിനടുത്ത് നിന്നിരുന്ന ഇന്ദ്രനും അർജുനും ശക്തമായ മാനസിക സംഘർഷത്തിലായിരുന്നു. ഇന്ദ്രന് അവളെ കണ്ണുകൾ ഉയർത്തി നോക്കാൻ പോലുമുള്ള ധൈര്യമുണ്ടായില്ല. അർജുൻ നെഞ്ചിൽ തിങ്ങിയ വേദനയോടെ ഭൂമിയെ ഉറ്റുനോക്കി നിന്നിരുന്നു. ജയേ, ഭൂമിയുടെ വസ്ത്രം മാറ്റിക്ക്, ഇങ്ങനെ ഇരുത്തുന്നത് ദോഷമാണ്, രാധാമണി ജയശ്രീയുടെ അടുത്തു പറഞ്ഞു. ജയശ്രീ മകളെ അടിമുടിയൊന്നു നോക്കി. പെട്ടെന്ന് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അവർ അവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പാവയെപ്പോലെ അവർ അവരുടെ ഒപ്പം നടന്നു. ലക്ഷ്മിയമ്മയുടെ മുറിയിലെ അലമാരിയിൽ നിന്ന് ഒരു വെള്ള സാരി വലിച്ചെടുത്തു. അവളുടെ നിറമുള്ള വസ്ത്രങ്ങൾ മാറ്റി അവർ തന്നെ അത് ധരിപ്പിച്ചു. നെറ്റിയിലെ പൊട്ടും നിറുകിലെ സിന്ദുരവും തുടച്ചു. കയ്യിലെ വളകളും പാദസരവും കമ്മലും അങ്ങനെ ആഭരണങ്ങൾ ഓരോന്നോരോന്നായി അവർ അഴിച്ചെടുത്തു. താലി കഴുത്തിലൂടെ ഊരിയെടുത്തപ്പോൾ മാത്രം അവൾ കണ്ണുകൾ ഉയർത്തി അവരെ ഒന്ന് നോക്കിയിരുന്നു. അവളുമായി അവർ പുറത്തേക്കിറങ്ങി വന്നതും ലക്ഷ്മിയമ്മ ഭൂമിയെ ഞെട്ടലോടെ നോക്കി. പിന്നെ അവർ വേദനയോടെ വിങ്ങലോടെ അലറി കരഞ്ഞു, എന്റെ പൊന്നുമോളെ. അവരുടെ കൈ ശക്തമായി അവരുടെ നെഞ്ചിൽ പതിഞ്ഞു. കണ്ടുനിന്നവർക്ക് ഹൃദയഭേദകമായിരുന്നു ആ കരച്ചിൽ. ലക്ഷ്മിയമ്മക്കവൾ മരുമകളായിരുന്നില്ല, മകൾ തന്നെയായിരുന്നു. കണ്ണെഴുതിച്ച് പൊട്ടുകുത്തിച്ച് പൂവ് വെപ്പിച്ച് അവൻ പോകുന്നിടത്തെല്ലാം കൊണ്ടു നടക്കുന്നവൾ. അവളാണിന്ന് ഇങ്ങനെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ഭൂമിയുടെ കണ്ണിൽ നിന്നും അത്ര നേരം തളം കെട്ടിക്കിടന്ന കണ്ണുനീർ ഒരു നടസവുമില്ലാതെ ഒഴുകിയിറങ്ങി. ആത്മാവ് വെടിഞ്ഞ ശരീരത്തെ അവൾ കണ്ണെടുക്കാതെ നോക്കി. എന്നേന് ക്ഷമിക്കടോ, ആ ശരീരത്തിന്റെ ചുണ്ടുകൾ അനങ്ങുന്നുവോ? ഇന്ദ്രൻ പകപ്പോടെ അവളെ നോക്കിയപ്പോൾ അർജുൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകളഞ്ഞു. ജ്യോതിയുടെ കണ്ണുകൾ അർജുനിൽ തറഞ്ഞു നിന്നു. വെള്ളനിറം ഇഷ്ടമേ അല്ലാത്തവൾ ഇന്ന് വെള്ള വസ്ത്രത്തിൽ. അവനി മുഖം പൊത്തി കരഞ്ഞു അതേ രാത്രിയിൽ, അതേ ഭീകരമായ കാറ്റിൽ, മിന്നലിൽ. ചവറകൂനക്കരികിൽ അർദ്ധനഗ്നയായ ഒരു പെൺകുട്ടി. അവൾ ഞെരങ്ങി നീങ്ങുന്നുണ്ട്. അവൾ നിരങ്ങി മാറുമ്പോൾ തളം കെട്ടിയൊഴുകുന്ന രക്തം. ശരീരത്തിൽ അങ്ങിങ്ങു മുറിവുകൾ. അവളുടെ ശേഷിച്ച വസ്ത്രം പോലും ക്രൂരമായി വധിച്ചു പറിക്കുന്ന ഒരു മനുഷ്യരൂപം. അവളിൽ നിന്നും പിച്ചു ചീന്തിയെറിഞ്ഞ വസ്ത്രങ്ങൾ അവിടെവിടെയായി ചിതറിക്കിടന്നു. അവളുടെ ഫോൺ ഡിസ്പ്ലേയിൽ അമ്മ കാളിംഗ് എന്ന് മിന്നിമറയുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ഒഴുകിയിറങ്ങുകയും പറ്റുന്ന രീതിയിൽ അയാളെ എതിർക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട്.
അവന്റെ കണ്ണുകളിൽ അറപ്പുളവാക്കുന്ന കാമമായിരുന്നു. ക്രൂരമായ മുഖത്തോടെ അയാൾ അവളെ അടിമുടി നോക്കി. അവളുടെ തലയിൽ നിന്നും ദേഹത്തുനിന്നും രക്തം റോഡിലേക്ക് പരന്നൊഴുകി, വശങ്ങളിൽ തളം കെട്ടിയ സെം. അവളുടെ പൂർണ്ണമായ നഗ്നത അയാൾക്ക് മുന്നിൽ വെളിവായതും ക്രൂരമായ മുഖത്തോടെ അയാൾ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു. വേദന കൊണ്ട് നേർത്ത ഞരക്കം മാത്രമുള്ള ശരീരം ശക്തമായ വേദനയിൽ ഞെരങ്ങിയുയർന്നു. അവൾ ദുർബലമായ കൈകൾ കൊണ്ട് മാറിൽ കടിച്ചു വലിക്കുന്ന ആ മൃഗത്തെ വലിച്ചുമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അടങ്ങിക്കിടക്കടി പൊല്ലമോളെ, അയാൾ മുരണ്ടു. അവളുടെ നഖം അയാളെ മുറിവേൽപ്പിച്ചപ്പോൾ അയാൾ തല ഉയർത്തി കല്ലു കൈയിലെടുത്തു. അവളുടെ കൈയിൽ ആ കല്ല് ശക്തമായി പതിച്ചു. എല്ലുകൾ നുറുങ്ങുന്ന വേദനയിൽ അവൾ പുളഞ്ഞു. തൊണ്ടയിൽ നിന്ന് നിലവിളിക്കാൻ പോലും ശബ്ദമുയരാതെ അവൾ പിടഞ്ഞു. അർദ്ധനഗ്നയായി ഓരോ അടിയിലും അയാൾ ക്രൂരമായി പുലമ്പി, ആ ആ ആ ആ ആ. അവളിൽ നിന്നൊരു കരച്ചിൽ. തൊണ്ടയിൽ കുത്തിപ്പിടിച്ചുകൊണ്ടയാൾ അവസാന നിമിഷവും മാനത്തിനുവേണ്ടി പൊരുതുന്ന അവളുടെ കാലുകൾ അകത്തിമാറ്റി. കേട്ടാൽ അറക്കുന്ന തെരിയോടെ അയാൾ അവനിലേക്ക് ആഴ്ന്നു. ജീവൻ പോകുന്ന വേദനയിൽ അവൾ ഞെരങ്ങി. തൊണ്ടയിൽ അമർന്ന കൈകൾ അവളുടെ ശബ്ദം തടസ്സപ്പെടുത്തി. അവളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തം കാഴ്ചയെ മറക്കുമ്പോഴും തന്നിൽ നിർത്താതെ ചലിക്കുന്ന ആ ശരീരത്തോട് അങ്ങേയറ്റം അറപ്പു തോന്നി. കണ്ണുകളിൽ അമ്മയുടെ രൂപം തെളിഞ്ഞു. അയാളുടെ വായിൽ നിന്നും ഉമിനീര് അവളുടെ മുഖത്തും ശരീരത്തും പടർന്നു. വികാരത്താൽ മൂർച്ഛിച്ച അയാളുടെ കിതപ്പും ശബ്ദവും അടങ്ങിയപ്പോൾ അയാൾ അവളിൽ നിന്നകന്നു. അവളിലൊരു നേർത്ത ശ്വാസം മാത്രം ബാക്കിയായി. എന്നെ ഒന്നും ചെയ്യല്ലേ അമ്മക്ക് മിന്നി. 2.32 ഡി അതിം നിന്ദി സിദ്രി നാം അനിൻ നിൽസ് എൻഗാം. കൊല്ലല്ലേ. അവളത് പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു നോക്കി. നിനക്ക് നല്ല സ്റ്റാമിനയാണല്ലോടി. കൂപ്പയപ്പ്. ചത്തെന്നാ കരുതിയത്. അയാൾ ഒരു വഷള ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ ഒടിഞ്ഞു നുരുങ്ങിയ കൈകൾ അനക്കാൻ ശ്രമിച്ചു. കാലുകൾ കൊണ്ട് നിരങ്ങി നീങ്ങി. ആ കാലുകൾ വളച്ചൊടിച്ച് അകത്തിക്കൊണ്ട് അയാൾ അവളുടെ ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും ആഴ്ന്നു. ശക്തമായി പെയ്ത മഴയിൽ അവളുടെ രക്തവും ഒഴുകിയിറങ്ങി. അവളിൽ ചലിച്ചുകൊണ്ടിരിക്കെ അയാൾ കല്ലുകൊണ്ട് അവളുടെ തലയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അമ്മ. അവസാന ശ്വാസം എടുക്കും മുൻപേ അവൾ ഏങ്ങി. അവളുടെ ആത്മാവ് ആ ശരീരം വിട്ടു പോകുമ്പോഴും കാമവിരി പൂണ്ട മൃഗം അവളിൽ ചലിക്കുകയായിരുന്നു. അല്പം നീങ്ങി ചിതറിക്കിടന്ന ആ ഫോണിന്റെ ഡിസ്പ്ലേ അമ്മ കാളിംഗ് എന്ന് കാണിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചകലെ ഒരമ്മ മകളെ കാണാതെ നെഞ്ചിൽ തീയുമായി ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.